തേജസ് യുദ്ധവിമാനം ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുന്നതിൽ എന്തുകൊണ്ടാണ് HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കാലതാമസം വൈകിപ്പിക്കൽ എടുക്കുന്നത്? ഇത്രയും നാളായിട്ടും ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൈവശം എത്തിയിട്ടില്ല. ഈ ഒരു കാരണത്താൽ തന്നെ ഇന്ത്യയുടെ സുരക്ഷ വലിയ ആശങ്കയിലാണ്, ഭീഷണിയിലാണ് എന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം? എന്തുകൊണ്ടാണ് ഈ ഒരു വൈകിപ്പിക്കൽ സംഭവിക്കുന്നത്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്നോ എന്നുള്ള അതീവ ഗൗരവമുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. അതിന് പ്രസക്തിയുണ്ട്, അത് ചുമ്മാ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ അഭിമാന പ്രോജക്റ്റാണ് തേജസ് യുദ്ധവിമാനം. ആ തേജസ് യുദ്ധവിമാനത്തിന് അത് ആദ്യം തേജസ് 1 യുദ്ധവിമാനങ്ങൾ ഇറങ്ങി. തേജസ് അത് ഈ ഒരു യുദ്ധത്തിന് സന്നദ്ധമായിട്ടുള്ള ഒരു വിമാനമല്ല. അത് അത്തരം 40 വിമാനങ്ങൾ ട്രെയിനിങ്ങിന്, അതുപോലെ തന്നെ നമ്മുടെ നിരീക്ഷണത്തിന്, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഇറങ്ങി. പക്ഷെ ഇപ്പോൾ തേജസ് 1A എന്ന വിമാനം, ആ വിമാനം പൂർണ്ണമായിട്ടും യുദ്ധം ചെയ്യാൻ സജ്ജമായിട്ടുള്ള ഈ വിമാനം പറഞ്ഞതിൽ നിന്നും മാസങ്ങളല്ല വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളാൽ HALന് ഇതുവരെയും ആദ്യത്തെ 5 വിമാനങ്ങൾ HAL നിർമ്മിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് തയ്യാറായിട്ടില്ല. അത് മാത്രവുമല്ല, HALും ഇന്ത്യൻ എയർഫോഴ്സുമായിട്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് അത് ഈ ഏപ്രിൽ ഒടുവിൽ അല്ലെങ്കിൽ മെയ് ആദ്യ വാരത്തിൽ നടക്കേണ്ടിയിരുന്നതാണ്. അത് നടന്നിട്ടില്ല. അതായത് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന 5 വിമാനങ്ങൾ എപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പോലും കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് സാധിക്കുന്നില്ല. ആദ്യം 2023 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറഞ്ഞിരുന്ന ഒരു കാര്യം, അവർക്ക് അമേരിക്കയിൽ നിന്നും GE കമ്പനി നിർമ്മിച്ച് നൽകുന്ന F404 എഞ്ചിനുകൾ വൈകുന്നു എന്നുള്ളതാണ്. അത് വാസ്തവമായിരുന്നു. അപ്പം നമ്മളെല്ലാം വിചാരിച്ചു ഈ അമേരിക്കൻ കമ്പനിയുടെ ഒരു ഡിലേ ടാക്ടിക്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ അതിനുശേഷം അമേരിക്ക ഡെലിവറി 2025 എഞ്ചിൻ ഡെലിവറി ചെയ്തിട്ടും HALന് ഈ വിമാനങ്ങളുടെ മറ്റു കാര്യങ്ങളുടെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ വെറുതെ അമേരിക്കക്കാരൻ്റെ മാത്രം കുറ്റമല്ലായിരുന്നു. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഹിന്ദിയിൽ പറയുന്ന പോലെ ചൽത്താ ഹേ, എല്ലാം സർക്കാർ കാര്യം മുറ പോലെ നടക്കും, അവിടെ ഇരിക്കേ എന്ന് നമ്മളിപ്പോൾ സർക്കാർ ഓഫീസിൽ ചെന്നാലുണ്ടല്ലോ ഒരു അഴകൊമ്പൻ സ്വഭാവം ഉണ്ട്. കാരണം അവരുടെ ശമ്പളം കിട്ടും കൃത്യമായിട്ട്. അവർക്ക് മാസം എണ്ണിച്ചിട്ട് പോലെ ദോശ പോലെ അവിടുന്ന് വന്ന് പോക്കറ്റിൽ വീഴും. അപ്പം അത് കിട്ടുന്നുണ്ടല്ലോ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അതിപ്പോൾ വിമാനമാണെങ്കിൽ പറയുന്ന വേഗതയിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് കാലതാമസമൊക്കെ എടുക്കും. അതിപ്പോൾ പറയുന്ന ഡേറ്റിലൊന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഒരു മനോഭാവത്തിലാണ് ഇപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിൽക്കുന്നത്. വെറുതെ അല്ല, കേന്ദ്ര സർക്കാർ ഈ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA പ്രോജക്റ്റിലെ HALനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ്. അതായത് ഇത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിലേക്ക് തന്നെയാണ് HALന്റെ ഈ തേജസ് യുദ്ധവിമാനം സംബന്ധിച്ച് HALന്റെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നമായിട്ട് പറയുന്നത് ഈ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ വിമാനവുമായിട്ട് സംയോജിപ്പിക്കുന്നതിലും, അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സംയോജിപ്പിക്കുന്നതിലും, ഇതിനൊക്കെ തന്നെ ഫുൾ വാലിഡേഷൻ സർട്ടിഫിക്കറ്റുകൾ വെപ്പൺ പാക്കേജിനൊക്കെ കിട്ടുന്നതിനും ഒക്കെയുള്ള താമസമാണെന്ന്. അതായത് തലയ്ക്കും അസുഖം, നെഞ്ചിനും അസുഖം, കാലിനും അസുഖം. അതുപോലെയാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് EISA റഡാർ. കാരണം ഈ ആധുനിക യുദ്ധങ്ങളിലൊക്കെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറാണ് എത്ര ടാർഗറ്റുകളെ നമുക്ക് ഒരേ സമയം ട്രാക്ക് ചെയ്യാം, എത്ര എണ്ണത്തുമായിട്ട് എൻഗേജ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് തന്നെ പ്രശ്നമായി. അത് ഇതുവരെ, അതായത് ഇപ്പം നമ്മൾ ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റം അവർ നിർമ്മിക്കുന്ന ELM 2052
എയ്സ റഡാറാണ്. ആദ്യം പറഞ്ഞിരുന്നത് DRDOയുടെ ഉത്തം റഡാറാണ് ഇതില് ഈ പിന്നെ തേജസ് MK1A സംയോജിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പോൾ അത് ഇസ്രായേലി റഡാറാണെന്ന് പറഞ്ഞു. അതിനെ ചൊല്ലിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. DRDO പറഞ്ഞു ഉത്തം റഡാറിന്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞ് അത് തയ്യാറാണെന്ന് പറയുന്നു. HAL പറയുന്നു അതല്ല, അങ്ങനെ അല്ലാണെന്ന് പറയുന്നു. അതായത് ചുരുക്കി പറഞ്ഞാല് ഇവരുടെ ഈ പല ഉദ്യോഗസ്ഥന്മാരുടെയും പല സർക്കാർ സംഘടനകളുടെയും ചക്കളത്തി പോരാട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ അപകടത്തിലാണ്. കാരണം 42 സ്ക്വാഡ്രൺ വിമാനങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടത്. ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17-18 വിമാനങ്ങളാണ്. അതിന്റെ സ്ഥാനത്ത് ഇന്ത്യക്ക് 29 സ്ക്വാഡ്രണേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു യുദ്ധം വന്നാൽ ആവശ്യത്തിനുള്ള യുദ്ധവിമാനങ്ങൾ നമുക്കില്ല. യുദ്ധവിമാനം ഇല്ലെങ്കിൽ നമുക്ക് എയർ സുപ്പീരിയോറിറ്റി ഇല്ല. എയർ സുപ്പീരിയോറിറ്റി ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ശത്രു കേന്ദ്രങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ ശത്രുവിന്റെ ഇന്ത്യയിലേക്ക് കടന്നുയർന്ന വിമാനങ്ങളെ തകർക്കാനോ നമ്മുടെ വ്യോമസേനയ്ക്ക് കഴിയാതെ പോകും. വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണിത്. ഇത് പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഓരോരോ കാരണങ്ങൾ പറയും. സാധാരണഗതിയിൽ ഞാനെപ്പോഴും HAL-നെ പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നു. കാരണം അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ ടെക്നോളജികളാണ് അവിടെ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നൊക്കെയാണ് നമ്മളാരും വിമാനം പറത്തുന്നവരോ സൈനികരോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഈ മേഖലയെക്കുറിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ പ്രതിരോധ മേഖലയിൽ വിമാനങ്ങൾക്കുള്ള പങ്കെന്ന്. ഇന്ത്യ ഗവൺമെന്റ് 150 തേജസ് 1A വിമാനങ്ങൾക്ക് HAL-ന് ഓർഡർ കൊടുത്തു. 100 കണക്കിന് തൊഴിലവസരങ്ങളാണ് അതുമൂലം സൃഷ്ടിക്കപ്പെട്ടത്. HAL എന്ന കമ്പനിക്ക് ലാഭകരമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഈ വമ്പൻ ഓർഡർ ഉണ്ടാക്കിയത്. പക്ഷെ യഥാർത്ഥത്തിൽ അവര് അത് അർഹിക്കുന്നുണ്ടോ എന്ന് വേറൊരു ചോദ്യമുണ്ട്. അതായത് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ് അടിസ്ഥാനത്തിലുള്ള 40 ഞാൻ പറഞ്ഞല്ലോ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അല്ലാത്ത തേജസ് വിമാനങ്ങൾ, തേജസ് 1 വിമാനങ്ങൾ FOC ക്ലിയറൻസ് കിട്ടിയത്, അത് വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്കും പരിശീലനത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ട ആ വിമാനങ്ങൾ 40 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ട് 2016-18 കാലഘട്ടത്തിലൊക്കെ അത് പൂർണ്ണമായിട്ട് ഡെലിവറി ചെയ്യേണ്ടതാണ്. അതിലെ 40 എണ്ണത്തിൽ 38 എണ്ണം മാത്രമേ ഇതുവരെ HAL ഡെലിവറി ചെയ്തിട്ടുള്ളൂ. 2 എണ്ണം ഇപ്പോഴും ഡെലിവറി ചെയ്തിട്ടില്ല. അപ്പം HAL-ന്റെ കാര്യത്തെ നമുക്ക് ന്യായീകരിക്കാൻ ഒരു പഴുതും അവർ തരുന്നില്ല. ഇപ്പൊ ഇത് നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഇങ്ങനെ ഇത്രയധികം അധിക്ഷേപിക്കേണ്ടതുണ്ടോ എന്ന്. പക്ഷെ അവര് നമുക്കൊന്ന് പിന്തുണയ്ക്കാൻ എന്തെങ്കിലും ഒരു കാരണം അവർ ഉണ്ടാക്കട്ടെ. ഈ വിമാനം ഇങ്ങനെ ഇത്രയും വൈകിപ്പിക്കുന്ന എന്താണ്? അത് ഇതിനൊന്നും ന്യായമായ മറുപടിയില്ല. അവർക്ക് ഒരു മാസത്തെ ശമ്പളം കിട്ടാതിരുന്നാൽ അവര് ജോലി ചെയ്യൂ. എന്റെ ചോദ്യം ഇതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ ഉന്നത മാനേജ്മെന്റ് തൊട്ട് താഴെ വരെയുള്ള ജീവനക്കാര് അവർക്കിപ്പോൾ സർക്കാർ ഈ വർഷം കൊടുക്കേണ്ട ശമ്പളം അടുത്ത വർഷം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അവർ പറ്റത്തില്ല എന്നാണ് ആയിരിക്കും അവർ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഈ നാട്ടിലെ സാധാരണ പൗരന്റെ ജീവനും സ്വത്തിനും അത് സംരക്ഷിക്കേണ്ട ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച് HAL നിന്നാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റൂ? അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ഡിലേകൾ, ഈ നമ്മുടെ ഒരു അഭിമാന പ്രോജക്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഇതിന്റെ ഡിലേ ഇപ്പം നമ്മളെക്കാൾ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ സ്വന്തമായിട്ട് JF-17 എന്ന വിമാനം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി. അത് ഗുണമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. അത് പലതും മോശമായിട്ടുള്ള വിമാനങ്ങളാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത വിമാനങ്ങളാണ്. പക്ഷെ അതെങ്കിലും തട്ടിക്കൂട്ടാനെങ്കിലും അവർക്ക് പറ്റി. ഇവിടെ അതുപോലും പറ്റിയില്ലല്ലോ. ഇതൊക്കെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളല്ലേ ഇത്? പല രാജ്യങ്ങളും വിമാന നിർമ്മാണത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലെത്താൻ പോവുകയാണ്. ഇപ്പൊ തുർക്കി, അതുപോലെ ദക്ഷിണ കൊറിയ, അവരൊക്കെ യുദ്ധവിമാനങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം നിർമ്മിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ കേട്ടു. അത് തുർക്കി ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് എഞ്ചിൻ അവർ നിർമ്മിച്ചു. അവർ ഈ അടുത്ത സമയത്ത് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് മോഡലാണോ അതോ ആക്റ്റീവായിട്ട് ഓപ്പറേഷനിൽ ആക്കാവുന്ന ഒരു എഞ്ചിനാണോ, വിമാനത്തിൽ ഘടിപ്പിക്കാവുന്ന പൂർണ്ണമായ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ഒരുപാട് രാജ്യങ്ങൾ വിമാന നിർമ്മാണത്തിലും അതുപോലെ തന്നെ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലുമൊക്കെ അതിവേഗം കുതിച്ചു മുന്നേറുകയാണ്. അപ്പോഴാണ് സർക്കാർ കാര്യം മുറപോലെ എന്നുള്ള
നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനമായ HAL. ഇതൊക്കെ അക്ഷന്തവ്യമായ അപരാധങ്ങളാണ്. ഞാൻ പറയുന്നത് ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ അവരുടെ ഭാഗത്തല്ല, സർക്കാരിന്റെ ഭാഗത്തോ എന്നുള്ള പ്രശ്നമാണെങ്കിൽ അതവർ തുറന്നു പറയണം. അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. കാരണം ഇത് ചെറിയ കാര്യമല്ല. ഇത് ദേശസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ദേശസുരക്ഷയുടെ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ ദൗർഭാഗ്യവശാല് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിന് വേണ്ട രീതിയിൽ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം വെളിവാക്കുന്ന ഒരു ഉദാഹരണവും കൂടെയാണ് ഈ ഒരു സംഭവത്തെ ഞാൻ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.